ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2യിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശബരിയെക്കുറിച്ചാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് രാമായണത്തിലെ പ്രായമായ സ്ത്രീ സന്യാസിയായ ഒരു കഥാപാത്രമാണ് ശബരി. തികഞ്ഞ ഭക്തിയിൽ രാമൻ്റെ ദർശനം സാധ്യമാകുമ്പോൾ അനുഗ്രഹം കിട്ടുന്ന ഒരു സ്ത്രീയായി അവരെ വർണ്ണിച്ചിരിക്കുന്നു. വനവാസകാലത്ത് സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടൊത്ത് ശബരിയുടെ ആശ്രമത്തിലെത്തി. ഉത്തമ ഭക്തിയായ ശബരി സ്വയം രുചിച്ചു നോക്കി ഏറ്റവും മധുരമുള്ള പഴങ്ങൾ മാത്രം ശ്രീരാമചന്ദ്രന് നൽകി. ശബരിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ശബരിയുടെ ആശ്രമം ഇരിക്കുന്ന സ്ഥലം ശബരിമല എന്ന പേരിൽ അറിയപ്പെടുമെന്നും ലോകാവസാനം വരെ ശബരിയുടെ കഥ നിലനിൽക്കുമെന്നും അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ധർമ്മത്തിൻ്റെ അർത്ഥം അറിയാൻ ആഗ്രഹിച്ച ശബരി ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ഋഷ്യമൂക പർവ്വതത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവർ മാതംഗമുനിയെ കണ്ടുമുട്ടി. ശബരി അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു. വർഷങ്ങളോളം ഭക്തിയോടെ അദ്ദേഹത്തെ സേവിച്ചു. മരണത്തോടടുക്കുമ്പോൾ വൃദ്ധയായ ശബരി തൻ്റെ ജീവിതകാലം മുഴുവൻ മാതംഗയെ സേവിച്ച ശേഷം മാതംഗ എത്തിച്ചേർന്ന അതേ ശാന്തിയുടെ വാസസ്ഥലം ഇപ്പോൾ തനിക്കായി നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. രാമൻ അവർക്ക് ദർശനം നൽകുമെന്ന് മുനി മറുപടി നൽകി. രാമൻ്റെ വരവിനായി കാത്തിരിക്കാൻ അദ്ദേഹം അവളോട് പറഞ്ഞു. തുടർന്ന് താമരയുടെ ഭാവത്തിലിരിക്കുമ്പോൾ മുനി മഹാസമാധി പ്രാപിച്ചു. ഗുരുവിൻ്റെ ഉപദേശം പിന്തുടർന്ന് ശബരി രാമൻ്റെ വരവിനായി കാത്തിരുന്നു. എല്ലാ ദിവസവും ശബരി തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഒരു വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ പുറത്തുപോയി രാമന് വേണ്ടി പഴങ്ങൾ പറിച്ചെടുക്കുമായിരുന്നു. അവൾ ഒരെണ്ണം പറിച്ചെടുത്ത് രുചിച്ചു നോക്കുകയും മധുരമുണ്ടെങ്കിൽ കയ്പുള്ള പഴങ്ങൾ ഉപേക്ഷിച്ച് കൊട്ടയിലിടുകയും നല്ല പഴങ്ങൾ രാമന് കൊടുക്കാൻ ശബരി ആഗ്രഹിച്ചു. വഴിപാടുകൾ രുചിക്കരുതെന്ന് അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ശബരി ആശ്രമത്തിലേക്ക് മടങ്ങുകയും രാമൻ്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് നൂറുകണക്കിന് യോഗികൾ രാമനെ അവരുടെ ആശ്രമങ്ങളിൽ സ്വീകരിക്കാൻ കാത്തിരുന്നെങ്കിലും ശബരിയുടെ ആത്മാർത്ഥമായ ഭക്തി കാരണം രാമൻ അവളുടെ ആശ്രമത്തിലേക്ക് മാത്രമേ പോയുള്ളൂ. രാമനെ കണ്ടപ്പോൾ ശബരി ആഹ്ലാദഭരിതയായി പറഞ്ഞു, നിന്റെ ദർശനത്തിനായി കാത്തിരിക്കുന്ന നിരവധി ഉന്നത യോഗികൾ ഉണ്ടായിരുന്നു. പക്ഷെ നീ അയോഗ്യനായ ഭക്തന്റെ അടുത്തേക്ക് വന്നു. ഒരു ഭക്തൻ കൊട്ടാരത്തിലോ എളിയ കുടിലിലോ താമസിക്കുന്നുണ്ടോ അവൻ പണ്ഡിതനാണോ അജ്ഞനാണോ ജാതിയോ നിറമോ കാണില്ലെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു. യഥാർത്ഥ ഭക്തി മാത്രമേ കാണുകയുള്ളൂ. എൻ്റെ ഹൃദയമല്ലാതെ മറ്റൊന്നും എനിക്ക് സമർപ്പിക്കാനില്ല. പക്ഷേ ഇതാ ചില പഴങ്ങൾ. എൻ്റെ കർത്താവേ, അത് നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ശബരി സൂക്ഷ്മമായി ശേഖരിച്ച പഴങ്ങൾ സമർപ്പിച്ചു. രാമൻ അവ രുചിച്ചു നോക്കിയപ്പോൾ ശബരി അവ ഇതിനകം രുചിച്ചിട്ടുണ്ടെന്നും അതിനാൽ അവ കഴിക്കാൻ യോഗ്യമല്ലെന്നും ലക്ഷ്മണൻ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിന് രാമൻ മറുപടി പറഞ്ഞു, ഞാൻ ആസ്വദിച്ച നിരവധി തരം ഭക്ഷണങ്ങളിൽ ഇത്രയും ഭക്തിയോടെ അർപ്പിക്കുന്ന ഈ പഴങ്ങൾക്ക് തുല്യമായി മറ്റൊന്നില്ല. നിങ്ങൾ അവ രുചിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ആർക്കെങ്കിലും സ്നേഹത്തോടെ ഒരു പഴമോ ഇലയോ പൂവോ കുറച്ച് വെള്ളമോ അർപ്പിച്ചാൽ ഞാൻ അതിൽ വളരെ സന്തോഷത്തോടെ പങ്കുചേരും. പരമ്പരാഗത എഴുത്തുകാർ ഭക്തിയിൽ ദേവതകൾക്ക് കുറ്റം കാണുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ ഈ വിവരണം ഉപയോഗിക്കുന്നു. ശബരിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ രാമൻ അവൾക്ക് തൻ്റെ ദർശനം നൽകി അനുഗ്രഹിക്കുന്നു. അവൾ പഴങ്ങൾ അർപ്പിച്ച കൈകൾ കൊണ്ട് നിർമ്മിച്ച ഇലകൾ കൊണ്ടുള്ള ദോണങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങൾ രാമൻ ശ്രദ്ധിക്കുന്നു. അവ നിർമ്മിക്കാൻ ശബരി നടത്തിയ കഠിനാധ്വാനത്തിൽ ആകൃഷ്ടനാവുകയും ഇലകൾ സ്വാഭാവികമായി ഒരു പാത്രത്തിൻ്റെ ആകൃതിയിൽ വളരാൻ മരത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സുഗ്രീവനിൽ നിന്ന് സഹായം തേടാനും അവനെ എവിടെ കണ്ടെത്താമെന്നും ശബരി രാമനോട് പറയുന്നു. ശബരി വളരെ ബുദ്ധിമതിയും അറിവുള്ളവനുമായ ഒരു സന്യാസിയായിരുന്നുവെന്ന് രാമായണം പറയുന്നു.